ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികളുമായാണ് പ്രതിഷേധിക്കുന്നത്. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ച സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് വിഷയം സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച ശേഷം പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷത്തെ നജീബ് കാന്തപുരവും CR മഹേഷും സഭാ കവാടത്തിൽ സത്യഗ്രഹം ആരംഭിച്ചു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തില്ല എന്നും എന്നാൽ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റേത് സർക്കാരിനെതിരെ ഉള്ളതല്ല, ഹൈക്കോടതിക്കെതിരെയുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നടക്കും. ഈ മാസം 29-നാണ് സംസ്ഥാന ബജറ്റ്. അവയവമാറ്റം ഉൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗികത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവമാറ്റ ചികിത്സയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന സഹായധനത്തിന്റെ ഉയർന്ന പരിധി സംബന്ധിച്ച് AK അഷ്റഫിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നഗര നയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം നഗര നയം ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ 4ാം പതിപ്പിന് ദക്ഷിണ ഗോവയിൽ തുടക്കമായി. ഊർജ്ജ മേഖലയിൽ കൂടുതൽ അവസരങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറിയതായി പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ പരിപാടിയിൽ 120-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 75,000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ സമർപ്പിക്കും. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. 30 ദിവസത്തെ ബജറ്റ് സമ്മേളനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കണം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് പരാതിരഹിത സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ഹജ്ജ് കമ്മിറ്റിയുടെ സാങ്കേതിക ക്ലാസ് 2ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിന് അയക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 5 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജ് തീർത്ഥാടക സംഘങ്ങൾ പുറപ്പെടുന്നത്. 2026-27 അധ്യയന വർഷത്തെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കീം 2026 പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ cee.kerala.gov.in സന്ദർശിക്കുക. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പുതിയ പദ്ധതിയായ വിരമിക്കൽ ആനുകൂല്യ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. വെട്ടുകാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ അംശാദായമായി അടച്ച തുക വിരമിക്കുന്ന സമയത്ത് തിരികെ നൽകണമെന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്നീ പദ്ധതികളുടെ മേഖലാതല അവലോകന യോഗം ഇന്നും നാളെയുമായി കണ്ണൂരിൽ നടക്കും. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.